2026 ഫിഫ വേൾഡ് കപ്പിലെ മറ്റൊരു ദിവസം അതുപോലെ അവസാനിച്ചിരിക്കുകയാണ്. ഫ്രാൻസ് അർജന്റീന ആരാധകർക്ക് ആഘോഷിക്കാൻ വകയുണ്ടാക്കിയ വലിയൊരു മത്സരത്തിനാണ് ഇത്തവണ തിരശ്ശീല വീണിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു അപ്പൊ മത്സരങ്ങൾ ഫസ്റ്റ് നടന്നത് ഫ്രാൻസിന്റെയും സെനഗലിന്റെയും മാച്ച് ആയിരുന്നു. അത് രണ്ട് ടീമിനെയും നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു ഇത് തന്നെയാണ്. ഇപ്പം ഫ്രാൻസ് ആണെങ്കിലും സെനഗൽ ആയാലും നല്ല രണ്ട് ടീമുകളാണ്. അതിലെടുത്ത് പറയേണ്ടത് ഫ്രാൻസിന് തന്നെയാണ്. എംബാപ്പേനെ നമ്മൾ ഈ ഇടയായിട്ട് എംബാപ്പെ അത്രയും നല്ലൊരു പ്ലെയർ ആണ് എംബാപ്പെ. അപ്പൊ ഫ്രാൻസ് വേഴ്സസ് സെനഗൽ. പിന്നെ രണ്ടാമത് നടന്ന മാച്ചാണ് ഇറാഖ് വേഴ്സസ് നോർവേ. അതിലും നോർവേയിൽ ഒരു പുത്തൻ താരോദയം ഹാലൻഡ്. പിന്നെ വരുന്നത് നമ്മുടെ മെസ്സിയുടെ ടീമായിട്ടുള്ള അർജന്റീന വേഴ്സസ് അൾജീരിയയുടെ മാച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതും ഒരു ഗംഭീര മാച്ച് തന്നെയായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു ദിവസം ശരിക്കും നല്ലൊരു ഫുട്ബോൾ പ്രേമികൾക്ക് നല്ലൊരു ദിവസം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? അതെ, തീർച്ചയായും. ഫ്രാൻസിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അർജന്റീന എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേർ കാത്തിരുന്ന ഒരു മത്സരമാണ്. 2026 വേൾഡ് കപ്പിലേക്ക് ഫുട്ബോളിന്റെ മിഷിഹ നമ്മുടെ സ്വന്തം മെസ്സി ഇറങ്ങി കളിച്ച ആദ്യ മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അതിന്റെ ആവേശത്തിലാണ് ഇപ്പോൾ ലോകം മുഴുവനുള്ളത്. പിന്നെ അടുത്ത മത്സരം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ ഏവരെ ഉറ്റുനോക്കുന്ന ഒരാളാണ് നമ്മുടെ സ്വന്തം എംബാപ്പയുടെ മാച്ച് കാണാൻ ആരാധകർ എത്തിയിട്ടുള്ള ഒരു ദിവസം കൂടിയായിരുന്നു. ആരാധകർക്ക് ഒട്ടും നിരാശയ്ക്ക് വകവെക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ആഘോഷങ്ങൾ നടക്കുകയാണ്. നമ്മുടെ ഫുട്ബോളിന്റെ ചാമ്പ്യന്മാരായ നമ്മുടെ സ്വന്തം മെസ്സി, നെയ്മർ, റൊണാൾഡോ ഇവർക്കൊക്കെ ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിന് വലിയൊരു ഉത്തരമാണ് എംബാപ്പെ നിലകൊടുത്തത്. ഇവർക്കെല്ലാം ശേഷം കിലിയൻ എംബാപ്പെ ഉണ്ടാകും മത്സരിക്കാൻ എന്നുള്ള ഒരു വലിയൊരു അടിവരയിട്ട് പറയുന്ന ഒരു മത്സരം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള മാച്ചസിലൊക്കെ വമ്പൻ ടീമുകളൊക്കെ ഇങ്ങനെ തകരുന്ന ഒരു ഇതാണ് വന്നത്. ജർമ്മനി മാത്രമായിരുന്നു ഒന്ന് കയറിയിട്ടുള്ള ഒരു ഇത് വന്നത്. പക്ഷേ ഇന്നലത്തെ ഒരു മാച്ചിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒരു കയറ്റാണ് കണ്ടത്. ഫ്രാൻസ് ആയിക്കോട്ടെ, നോർവേ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അർജന്റീന പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പൊ നമുക്ക് കളിയിലോട്ട് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് നടന്നത് ഫ്രാൻസ് വേഴ്സസ് സെനഗലിന്റെ മാച്ച് ആയിരുന്നു. അതിൽ ഫ്രാൻസ് ഫസ്റ്റില് അത്ര വലിയൊരു പെർഫോമൻസ് ഒന്നും ഫ്രാൻസിന്റെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. സെനഗൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. സെനഗൽ അത്യാവശ്യം ഡേഞ്ചറസ് ആയിരുന്നു. ഒരുപാട് സമയത്തേക്ക് നല്ലൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു നടത്തിയത്. പക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ? കാരണം അപ്പുറത്ത് കളിക്കുന്നത് ഫ്രാൻസിന്റെ നമ്മുടെ സ്വന്തം എംബാപ്പയാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2002 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ സെനഗലിനോട് പരാജയപ്പെട്ടാണ് ഫ്രാൻസ് തുടക്കം കുറിക്കുന്നത്. പക്ഷെ ആ ഒരു പേടി അവർക്ക് ഇപ്രാവശ്യം ഫ്രാൻസ് ഉണ്ടായിരുന്നു. ആ പേടിനെല്ലാം വകവെച്ചുകൊണ്ട് അതെല്ലാം ഞങ്ങൾക്കൊന്നും അല്ല എന്ന് തെളിയിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പം നമ്മൾ സ്കോർ നോക്കുകയാണെങ്കിൽ 3-1 എന്നുള്ളൊരു സ്കോറിലാണ് ഫ്രാൻസ് വേഴ്സസ് സെനഗലിന്റെ മാച്ച് അവസാനിക്കുന്നത്. അതിൽ ഫസ്റ്റ് അടിച്ചത് നമ്മുടെ കിലിയൻ എംബാപ്പയാണ്. 66ാമത്തെ മിനിറ്റിലാണ് എംബാപ്പെ ഫ്രാൻസിനെ ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. പിന്നെ അടിക്കുന്നത് ബാർക്കോള, ഫ്രാൻസിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടുള്ള ബാർക്കോള എന്ന് പറയുന്ന പ്ലെയർ ആണ് 82ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ ഫ്രാൻസിന് നേടിക്കൊടുക്കുന്നത്. പിന്നെ പറയുന്നത് ഫ്രാൻസിന് ഒരു തിരിച്ചടിയായിട്ട് മാറിയത് സെനഗലിന്റെ ഒരു പ്ലെയർ ആയിട്ടുള്ള ഇബ്രാഹിം എംബായെ ഒരു ഗോള് നേടിക്കൊടുക്കുകയാണ് ചെയ്തത്. സെനഗലിന് വേണ്ടി ഒരു ഗോള് എംബായെ നേടിക്കൊടുത്തു. ഇതിന്റെ ഒരു മറുപടി ആയിട്ട് തന്നെ എംബാപ്പെ വിട്ടുകൊടുത്തിട്ടില്ല. വീണ്ടും അതിനൊരു മറുപടി ആയിട്ട് വീണ്ടും ഒരു ഗോൾ അടിക്കാനുണ്ടായത് എംബാപ്പയുടെ വക ഒരു ഗോളാണ്. അങ്ങനെയാണ് 3-1 പറയുന്ന വിക്ടറിയില്. ഇതിലെടുത്ത് പറയേണ്ടത് സെനഗലിന്റെ മാച്ച് നമുക്ക് ഒരിക്കലും പൊട്ട മാച്ച് എന്ന് പറയാൻ പറ്റില്ല. കാരണം രണ്ടും നല്ല രീതിയിലുള്ള ഒരു കട്ടക്ക് നിൽക്കുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു സെനഗലിന്റെ ഉണ്ടായിരുന്നത്. കാരണം പറയുന്നത് ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംബാപ്പയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഫ്രാൻസിന് വേണ്ടിയിട്ട്. അത്രയും പൊരിഞ്ഞൊരു പോരാട്ടം തന്നെയായിരുന്നു സെനഗലിന്റെ ഭാഗത്തുണ്ടായത്. അത്രയും പ്രതിരോധങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ അവർ ട്രാക്ക് മാറ്റി കളിച്ചിട്ടാണ് പിന്നെ നമുക്ക് എംബാപ്പെ ഗോൾ അടിക്കുന്നത്. എംബാപ്പയുടെ 3 ലോകകപ്പിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13ാമത്തെ ഗോളായിരുന്നു ഈ അടിച്ച ഗോളിൽ എടുത്തു പറയാനുള്ളത്. സെനഗലിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ വിങ്ങുകളും സെൻട്രൽ മിഡ്ഫീൽഡൊക്കെ ഭയങ്കര ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടായിരുന്നു അവരുടെ കളി ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും ഉണ്ടായത്. ഈ കളി മനസ്സിലാക്കിയിട്ട് സെക്കൻഡ് ഹാഫിൽ എംബാപ്പയും ഫ്രാൻസും അവരുടെ ടീമിന്റെ പ്ലേ കുറച്ചൊന്ന് മാറ്റി കളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രാൻസിന്റെ 2 കളിക്കാരായ ഒലിസയുടെയും ഡെംബലയുടെയും പൊസിഷനുകൾ പരസ്പരം അങ്ങോട്ടൊന്ന് മാറ്റി സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ. പിന്നെ അവിടെ നിന്നാണ് എംബാപ്പയും ഫ്രാൻസും അങ്ങോട്ട് അടിച്ച് കയറുന്നത്. അപ്പോൾ സെനഗൽ ഒന്ന് പതറി. അതുവരെ കസറിക്കൊണ്ടിരുന്ന സെനഗലിനെ ഒന്ന് തിരിച്ച് പിടിച്ചത് ഇവരുടെ ഈ 2 പേരുടെയും പൊസിഷൻ അങ്ങോട്ട് മാറ്റി. ഇവരുടെ ഫേവററ്റ് പൊസിഷനിലേക്ക് എത്തിയപ്പോൾ ഇവർക്ക് കുറച്ചും കൂടി പൊട്ടൻഷ്യൽ എടുക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഇവർ ഈ ലാസ്റ്റ് വരെ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ നമ്മൾ പറയേണ്ട ഒരു മാച്ച് തന്നെയാണ് ഇറാഖ് വേഴ്സസ് നോർവേ. നോർവേയുടെ ഒരു പുത്തൻ താരോദയം ഹാലൻഡിന്റെ പെർഫോമൻസ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയായിരുന്നു ഒരു സ്കോറിന്റെ നില? അവരുടെ സ്കോറിന്റെ നില എന്ന് പറയുന്നത് 4-1 തന്റെ ലോകകപ്പിൽ ആദ്യ മത്സരമായിരുന്നു നമ്മുടെ ഹാലൻഡിന്റെ മികപ്പെട്ട ഒരു പെർഫോമൻസ് തന്നെ എടുത്ത് പറയാം.
ഉദിച്ചു വരുന്ന പുതിയൊരു താരോദയം തന്നെയാണല്ലേ ഹാളണ്ട്. അതുപോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. സ്ട്രൈക്കർ എർലിംഗ് ഹാളണ്ട് 29ാമത്തെ മിനിറ്റിലാണ് നോർവേക്കായിട്ട് ഗോൾ അടിക്കുന്നത്. മൊത്തം ഒരു ഇരട്ട ഗോളായിരുന്നു ഹാളണ്ടിന്റെ വക ഉണ്ടായിരുന്നത്. 2 ഗോൾ ഹാളണ്ട് തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പൊ അത് പുതിയ ആളാണ്, ആളുടെ ആദ്യത്തെ കളിയാണ്, ലോകകപ്പ് ആണ്. അപ്പൊ 2 ഗോൾ അടിക്കാന്ന് പറയുന്നത് അത്രയും മോശം കാര്യമല്ല. ആളുടെ ഒരു ഓപ്പണിംഗ് മാച്ചിൽ തന്നെ അതെ, ഓപ്പണിംഗ് ബെസ്റ്റ് പെർഫോമൻസ് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു പെർഫോമർ കൂടി ആയിരുന്നു ഹാളണ്ട്. പിന്നെ അടുത്ത ഗോൾ അടിക്കുന്നത് നമ്മുടെ ഇറാഖിന് വേണ്ടിയിട്ട് സൂപ്പർ സ്ട്രൈക്കർ അയ്മൻ ഹുസൈൻ എന്ന് പറയുന്ന പ്ലെയർ ആണ്. അതൊരു ഹെഡർ ആയിരുന്നു, ഹെഡറിലൂടെയാണ് ഗോൾ അടിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ നോർവേ പിന്നെ 51ാമത്തെ മിനിറ്റിൽ ഈ സമനില വന്ന കളി പിന്നെ തിരിച്ചു പിടിക്കണ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇറാഖിന്റെ ഗോൾ കീപ്പറായ ജലാൻ ഹസന്റെ ഒരു ക്ലിയറൻസ് പിഴവ് മൂലം അടിച്ചൊരു പന്ത് ഹാളിന്റെ ശരീരത്തിൽ തട്ടിയിട്ട് പിന്നെ ഇറാഖിന്റെ വലയിലേക്ക് വീഴുന്ന ഒരു നാടകീയമായ രംഗങ്ങൾക്കാണ് ഈ കളി സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ നോർവേ നമ്മുടെ ഇറാഖും തമ്മിൽ 2-1 എന്നുള്ള ഒരു റേറ്റിലാണ് എത്തുന്നത്. പിന്നെ നമ്മുടെ നോർവേയുടെ ക്യാപ്റ്റൻ 77ാമത്തെ മിനിറ്റിൽ മാർട്ടിൻ എടുത്ത ലീഗാണ് 3-1. അങ്ങനെയാണ് ഈ കളി 3-1 അവസാനിക്കുന്നത്. അപ്പോൾ ഈ കളിയിൽ എടുത്തു പറയേണ്ട പുത്തൻ താരോദയത്തെ കുറിച്ച് തന്നെയാണ് ഹാളണ്ട്. ഏറ്റവും മികച്ച പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലോകകപ്പാണ്. അപ്പോൾ വളർന്നു വരുന്ന മികവുറ്റ താരങ്ങളിൽ ഒന്നായി തന്നെ നമുക്ക് സ്ഥിരീകരിച്ച ഒരു അടിവരയിട്ട് പറഞ്ഞൊരു പെർഫോമൻസ് കൂടിയായിരുന്നു. നോർവേയുടെ എടുത്ത് പറയേണ്ടത് അവരുടെ സെക്കൻഡ് ഹാഫിലെ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു അവരെല്ലാ അഡ്വാൻറ്റേജും എടുത്തുകൊണ്ടാണ് അവർ ആ ഒരു പ്ലേ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഇറാഖിന് വിട്ടുകൊടുക്കാത്ത രീതിയിലായിരുന്നു സെക്കൻഡ് ഹാഫിലെ ഒരു പ്ലേ എന്ന് പറയുന്നത്. സമനില എത്തിയപ്പോൾ പിന്നെ പറയണ്ട, അവർക്ക് ഒരു ഇത് തോന്നിയിട്ടുണ്ടാവും. അതായത് ഒരു കോമ്പറ്റീഷൻ അവിടെ തന്നെ വന്നു. ഇനിയിപ്പോൾ ഒരു ഗോൾ അടിച്ചാലും വീണ്ടും ഒരു സമനില വരുമ്പോൾ ഒരു കോമ്പറ്റീഷൻ മൈൻഡാണ് വന്നത്. അപ്പം എന്തുകൊണ്ടും നമുക്ക് നോർവേയിലെ സെക്കൻഡ് ഹാഫിൽ ഭയങ്കര ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് എടുത്ത് അത്രയും പവർഫുൾ മൂവ് ആയിരുന്നു നോർവേയുടെ ഉണ്ടായിരുന്നത്. കൂടുതൽ ഹെഡർ അടിച്ച ഒരു മത്സരം കൂടിയായിരുന്നു. ഇഞ്ചുറി ടൈമിലാണ് ഹോളണ്ടിന്റെ പിന്നെ ഒരു ഹെഡർ വരുന്നത്. അപ്പോൾ ഒരുപാട് ഹെഡർ അടിച്ച ഒരു കളി കൂടിയായിരുന്നു എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ തവണത്തെ മത്സരം എന്ന് പറയുന്നത് 2 മത്സരം നമ്മളിപ്പോൾ കണ്ടു. ആ 2 മത്സരത്തിലും വളരെ മികവുറ്റ മത്സരങ്ങൾ തന്നെ പെർഫോം ചെയ്തൊരു ദിവസം കൂടിയായിരുന്നു. ഇനി എടുത്തു പറയാനുള്ളത് മറ്റൊരു മത്സരമാണ്. ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരുന്ന അർജന്റീന വേഴ്സസ് അൾജീരിയയുടെ ഏറ്റവും പുതിയ 2026 നമ്മുടെ സ്വന്തം മിഷിഹ ലോകകപ്പിന്റെ മിഷിഹ ഇറങ്ങി കളിച്ച ഒരു മത്സരമായിരുന്നു. അപ്പോൾ എന്തായിരുന്നു സ്കോർ? ഈ ഒരു മാച്ചിനെ കുറിച്ച്, അതായത് അർജന്റീന വേഴ്സസ് അൾജീരിയ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൾജീരിയക്ക് ഒരു പോയിന്റ് പോലും നേടിക്കൊടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു മെസ്സിയുടെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നത്. അതും ഒരു മെസ്സി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് തന്നെയായിരുന്നു മാച്ച് പോയിക്കൊണ്ടിരുന്നത്. 3 തവണ ആണ് മെസ്സി ഗോൾ അടിച്ചിട്ടുള്ളത്. ഹാട്രിക് ആണ് ഫസ്റ്റ് ഓപ്പണിംഗ് മാച്ചിൽ തന്നെ മെസ്സി നേടിയിട്ടുള്ളത്. അതൊരു വലിയ വിജയം തന്നെയാണ്. എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ അർജന്റീന ഫാൻസിന് എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മെസ്സിയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നത്. ഈവൻ അത് ഒരു അസിസ്റ്റ് വന്നു, അതായത് അൽവാരസിന് ഒരു ചാൻസ് ഉണ്ടായിട്ട് പോലും അത് മെസ്സിക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു നമ്മൾ. അൽവാരസിന് അടിക്കാൻ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിലും അത് മെസ്സിക്ക് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക്, മെസ്സിക്ക് ഒരു ഹാട്രിക് എന്നുള്ള രീതിയിലേക്കാണ് ആ മാച്ച് പോയിക്കൊണ്ടിരുന്നത്. മെസ്സിയെ കുറിച്ച് 2026 ലോകകപ്പിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ് അർജന്റീന ടീം. അവർക്ക് ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് വളരെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മെസ്സി തൻ്റെ 38ാമത്തെ വയസ്സിൽ പിന്നെയും 2026 മാച്ചിന് ഇറങ്ങുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ആദ്യത്തെ മത്സരമാണ്, അവരുടെ ഓപ്പണിംഗ് ആണ്, അതിൽ തന്നെ 3 ഗോൾ അടിച്ച് ഹാട്രിക് നേടിയിരിക്കുകയാണ്. നമ്മുടെ ഫ്രാൻസിൻ്റെ കളി കഴിഞ്ഞ സമയത്ത് എംബാപ്പെ 14 ഗോൾ അടിച്ചു, ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന വ്യക്തി എന്ന നിലയിൽ മാറിയിട്ടുണ്ടായിരുന്നു. അത് നിമിഷ നേരം കൊണ്ടാണ് അടുത്ത കളിയിൽ മെസ്സി അത് തിരിച്ചു പിടിച്ചത്. ഹാട്രിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മെസ്സി ഫാൻസിനും അർജന്റീന ഫാൻസിനും ഒരുപാട് ആവേശപരമായ ഒരു മത്സരത്തിന്റെ ഒരു തുടക്കം തന്നെയായിരുന്നു ഫിഫ വേൾഡ് കപ്പിൽ ഈ ദിവസം നമ്മളെല്ലാവരും കണ്ടത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2006 ജൂൺ 16 മെസ്സി ഒരു ലോകകപ്പിന് വേണ്ടി ഫസ്റ്റ് ഗോൾ ഒന്ന് അടിക്കുന്നത്. ഇപ്പൊ 2026 ജൂൺ 16 തന്നെയാണ് ഈ കളി നടക്കുന്നത്. അപ്പോഴും തന്റെ 15ാമത്തെ ഗോള്, അത് ഹാട്രിക് അടിച്ച് വലിയൊരു ഫിഫ ഓപ്പണിംഗ് തന്നെയാക്കി നടത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും മെസ്സിക്കും അദ്ദേഹത്തിന്റെ ആരാധകർക്കും ടീമിനും ഒരുപാട് സന്തോഷിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടായ ഒരു മത്സരം കൂടിയാണ് അല്ലെ. മെസ്സിക്കും അർജന്റീനയ്ക്ക് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒരു പ്രഷർ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് ആ ചാമ്പ്യൻസ് ആയിട്ടുള്ള നിലനിർത്താൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഇപ്പൊ അർജന്റീന ഫാൻസ് അത്രയും ഒരു ഉയരത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പം അത് താഴാണ്ടിരിക്കാൻ എന്തായാലും മെസ്സിയുടെ ടീമും നോക്കുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ട്രയൽ ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഓപ്പണിംഗ് മാച്ചിൽ തന്നെ ഇത്രയും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ ഒരു ഗോൾ അടിച്ചതിന് ശേഷം മെസ്സി എത്തി നിൽക്കുന്നത് മിറാസ്ലാവ് ക്ലോസിക്കൊപ്പമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ഒരു ഫുട്ബോളർ എന്ന ലെവലിലേക്ക് മിറാസ്ലാവ് ക്ലോസിക്കൊപ്പം മെസ്സിയും എത്തിയിരിക്കുകയാണ്. ഇനി ഒരാളെയും കൂടി മറികടന്നു കഴിഞ്ഞാൽ മെസ്സിയാണ് ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ ഗോൾ അടിക്കുന്ന ഒരു മെൻ എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു നമുക്ക് ഗോൾ നോക്കാം അല്ലേ.
അപ്പൊ മെസ്സിയുടെ ഗോൾ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. 17ാമത്തെ മിനിറ്റിൽ ഒരു ലോങ് റേഞ്ച് ഷോട്ടാണ് ഫസ്റ്റ് അടിക്കുന്നത്. പിന്നെ 60ാം മിനിറ്റിലായിരുന്നു സെക്കൻഡ് ഗോൾ വരുന്നത്. പിന്നെ 76ാം മിനിറ്റിൽ അടുത്ത ഗോൾ. അങ്ങനെ 3 ഗോളുകളാണ് മെസ്സി അടിക്കുന്നത്, ഹാട്രിക്. അപ്പോൾ ഈ ഹാട്രിക് കഴിയുമ്പോൾ 5 വേൾഡ് കപ്പിൽ ഗോൾ അടിക്കുന്നവരുടെ ഹിസ്റ്ററിയിൽ 2ാമത്തെ മെൻ എന്നുള്ള രീതിയിലാണ് മെസ്സി ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ 2026 അർജന്റീനയുടെ ടീം നമ്മുടെ മെസ്സിയുടെ പടകൾ ആരൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയാഗോ അൽമാഡയും റോഡ്രിഗോ ഡി പോളും അതുപോലെ തന്നെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, ഇവരുടെയൊക്കെ ഒരു ശക്തമായൊരു എന്താ പറയുക, ഒരു കൂട്ടമായൊരു സഹകരണത്തോടു കൂടി ജയിച്ച ഒരു കളിയാണ് അർജന്റീനയുടെ ഇത്തവണത്തെ ഫസ്റ്റ് ഓപ്പണിംഗ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കും. മെസ്സിയുടെ പടയാളികളായിരുന്നു അവരുടെ പെർഫോമൻസും ഈ ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മാത്രമല്ല ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു താരമെന്ന ഒരു റെക്കോർഡ് കൂടി എടുത്തിരിക്കുകയാണ് മെസ്സി ഒരു കളിയിലൂടെ. അപ്പോൾ നമുക്ക് എന്തായാലും അർജന്റീന ഫാൻസിന് വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ മെസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ ഏറ്റവും ശക്തമായൊരു പെർഫോമൻസ് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. കാരണം അയാൾക്കും അർജന്റീന ഫാൻസിന് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരം കൂടിയാണ്. ഒരുപാട് വിമർശനങ്ങൾക്കും, കാരണം മെസ്സിക്ക് 38 വയസ്സായി, അയാളുടെ ലാസ്റ്റത്തെ മത്സരമാണ്, കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക പ്രഷറും അതുപോലെ തന്നെ പ്രതീക്ഷകളെല്ലാം തോളിലേറ്റിക്കൊണ്ട് വന്ന ഒരു മത്സരം കൂടിയാണ്. അതിൻ്റെ മികച്ചൊരു ഓപ്പണിംഗ് തന്നെയാണ് അയാൾ കുറിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മെസ്സി കളിക്കളത്തിൽ നിന്ന് കരയുന്ന ഒരു മൊമെൻറ്റ് നമ്മളെല്ലാവരെയും കണ്ടു. കാരണം അയാൾക്ക് ഓരോ ഗോളും അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പിന്നെയും തെളിയിക്കുകയാണ്. ശരിക്കും അയാൾ ഒരു ഫുട്ബോൾ ലോകത്തിൻ്റെ മിശിഹായി മാറി എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു മൊമെന്റ് കൂടിയായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കളികൾ. അപ്പൊ ഇനി നാളത്തെ കളികൾ ഏതൊക്കെയാ നോക്കാം അല്ലേ. അപ്പൊ ഈ നെക്സ്റ്റ് മാച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ മാച്ചാണ് വീണ്ടും സ്പെഷ്യൽ ആയിട്ട് മാറുന്ന ഒരു മാച്ചാണ്. പോർച്ചുഗൽ വേഴ്സസ് കോങ്കോ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 10:30 ഇന്ന് റൊണാൾഡോ ഇറങ്ങുന്നത്. റൊണാൾഡോ പോർച്ചുഗലിനായിട്ട് ഇറങ്ങുന്നുണ്ട്. പോർച്ചുഗൽ വേഴ്സസ് കോങ്കോയുടെ മാച്ചാണ് ഫസ്റ്റ് നടക്കുന്നത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് വേഴ്സസ് ക്രൊയേഷ്യ. അതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മാച്ച് തന്നെയായിരിക്കും. ഇംഗ്ലണ്ടിലെ ഹാരി കെയ്ൻ ആയാലും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം ലൂക്ക മോഡ്രിച്ച് വേഴ്സസ് ഹാരി കെയ്ൻ എന്ന് പറയേണ്ടി വരും ആ ഒരു മാച്ച്. പിന്നെ നടക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 4:30 ഗന ആൻഡ് പനാമ അവരുടെ മാച്ചാണ് നടക്കുന്നത്. പിന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 7:30 ഉസ്ബെക്കിസ്ഥാൻ വേഴ്സസ് കൊളംബിയ. ഇവരുടെ മാച്ചാണ് നാളെ കൃത്യം 7:30 നടക്കുന്നത്. പിന്നെ വീണ്ടും നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് മാച്ചസിലെ വീണ്ടും വരികയാണ്. അവർ വീണ്ടും ചെക്കിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്കയുടെ മാച്ചാണ് നാളെ കൃത്യം 9:30 വരുന്നത്. അപ്പം ഇതൊക്കെയാണ് നാളത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന 2 മാച്ചസ് ആണ്. ഒന്ന് പോർച്ചുഗലിന്റെയും പിന്നെ ഒന്ന് ഇംഗ്ലണ്ടിന്റെയും ക്രൊയേഷ്യയുടെയും മാച്ചാണ്. അപ്പം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടറിയാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും വരുന്നതാണ്.